ഓക്കെ റോളിംഗ് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ. ഹായ് ഫ്രണ്ട്സ്, കേൾക്കാവിടെ വന്നാ എല്ലാവരും? എന്തോട്ട് ലൈവ് അല്ലേ, എന്തോട്ട് മാരത്തോൺ. ആരും കൊണ്ടാ ഇതൊക്കെ പുത്തിരി അല്ലാണ്ടായി മാറിയാ പിള്ളേരെ ഞങ്ങൾക്ക്. എല്ലാ ആഴ്ച ഉണ്ടല്ലോ പരിപാടി ഒരു പരിപാടി. ശനിയും ഞായറും പരീക്ഷ. സവിത വന്ന് ഓക്കെ. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് മര്യാദയ്ക്ക് പഠിക്കാനുള്ള സമയം പോലും കിട്ടാത്ത രീതി പരീക്ഷ ആയിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇനിയിപ്പം അടുത്ത ശനി ഞായറും പരീക്ഷ ഇല്ല. അതുപോലെ ഇനി മാർച്ചിലേ ഉള്ളൂ. അത് നമ്മുടെ തിരൂരാണ്. തിരൂര് ഉണ്ടാ സബിതേ? അക്ഷയ 10 വേക്കൻസി ഉള്ള ബാങ്ക് അറിയാമല്ലോ നമുക്ക്. അത് പക്ഷെ പോയി എഴുതണം. തിരൂർ അർബൻ കാണും. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഒരു 3 പരീക്ഷ നിലവാരത്തിലേക്ക് വരുമെന്ന് കരുതുന്നു. അങ്ങനെ കൊണ്ടുവരണം. അങ്ങനെ വന്നാലേ പറ്റുള്ളൂ കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ 8 പരീക്ഷ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം. ഇന്ന് എങ്ങനെയുണ്ട് പരീക്ഷ? എങ്ങനെ ഉള്ളത് ഞങ്ങൾക്ക്? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ആരും മിണ്ടുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 ബാങ്കിൽ 1ാം റാങ്കോട് കൂടി നമ്മുടെ കിച്ചു. ഇത്രയും സ്ഥലത്ത് ഒറ്റ പരീക്ഷയിൽ 1ാം റാങ്ക് ഒരാൾ തന്നെ വരികയെന്ന് പറയുമ്പോൾ അത് ചരിത്ര സംഭവിക്കും കരുതുന്നത്. അപ്പോൾ അത്രയും സ്ഥലത്ത് ചീഫ് അക്കൗണ്ടൻറ്റിൻ്റെ പരീക്ഷ 1ാം റാങ്ക്, 2ാം റാങ്ക് അടക്കം 2, 3 അടക്കം നമ്മുടെ പിള്ളേർ തൂക്കി വാരിയൊക്കെയാണ് വന്ന റാങ്ക് ലിസ്റ്റുകളെല്ലാം. അപ്പോൾ അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള സന്തോഷ വാർത്ത ആയതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് പറഞ്ഞത്. ഓക്കെ, നിങ്ങളെന്താ മിണ്ടായിരിക്കണേ? എത്ര പേരായി? 20. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ പരീക്ഷ എത്ര ഫുൾ എഴുതി? ഏകദേശം എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? പരീക്ഷ എഴുതി എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നാ? പിള്ളേരെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നാ? ഗുഡ് ഈവനിങ്. പാസ്സാക്കി ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇല്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ്, നമുക്കറിയാം. തിരിച്ചും മറിച്ചും അടുത്ത പരീക്ഷ സ്റ്റേറ്റ്മെൻറ്റ് കാണും കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് കാണും, ചേരുമ്പടി ചേർക്കാനുണ്ടായിരിക്കും, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ മാറി തിരിഞ്ഞും വരും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഏറ്റവും അഡ്വാൻസ് ലെവലിൽ തന്നെ പഠിക്കുക. എക്സാം എഴുതി മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതിനോടൊപ്പം നിങ്ങൾ കേസ് കാർഡ് ബാങ്ക് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓഫ്ലൈനിൻ്റെ ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. 19, 20, 21 തീയതിയിലാണ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് വേണമെങ്കിൽ ആ പരീക്ഷ എഴുതി നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് പോകാം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും മാർച്ച് വരെ നമുക്കിനി എക്സാംസ് ഇല്ല. ഇനി നമുക്ക് പഴയൊരു ഋതത്തിലേക്ക് വന്നുകൊണ്ട്, കൊല്ലമാണല്ലേ ഓക്കെ. അപ്പോൾ നമുക്ക് പഴയൊരു ഋതത്തിലേക്ക് വന്നുകൊണ്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഋതം നമുക്ക് ആവശ്യമാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളൊരു പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ ലൈവിൽ കയറി വന്നിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാളാണ്. അതായത് അടുത്ത പരീക്ഷയിൽ ഇപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത പരീക്ഷ കിട്ടാൻ, അതിന് മാത്രം സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളൊരു പരീക്ഷ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ലൈവിൽ വന്ന് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ലൈവിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വളരെ കീനാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ മത്സരം അതിജീവിക്കാൻ മാത്രമുള്ള പവറുള്ള, അല്ലെങ്കിൽ അതിന് മാത്രം നമുക്ക് ഇതിനെക്കുറിച്ച് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക കേട്ടാ. അപ്പോൾ നിങ്ങളാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ. ഇനിയിപ്പോൾ നിങ്ങൾ ബാക്കി പണിയങ്ങ് ചെയ്തേച്ചാൽ മതി. ഇനി വരുന്ന സമയത്ത് ഉള്ള പഠനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് ആരും സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും പരീക്ഷകൾ, സാധാരണ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈവിൽ വരുമ്പോഴത്തേക്കും, കാരണം ഒരു 3-4 ദിവസം നമുക്ക് മാരത്തോൺ ഉണ്ടായിരിക്കും അല്ലേ. മാരത്തോൺ കഴിഞ്ഞിട്ട് പിള്ളേർ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയായിരിക്കും. ആ ലാസ്റ്റ് ദിവസം പരീക്ഷ കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് വൈകുന്നേരം ലൈവിൽ കുറേ പേരുണ്ടാവും അല്ലേ. ഒരു 10, 600, 700, 1000 പേരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവരൊക്കെ എന്താണ്? ഇതുപോലെ വന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങളെന്താണ്? നിങ്ങൾ സ്ഥിരം നിൽക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അതാണ് ക്വാളിറ്റി. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അവസാന നിമിഷം വരെ മെയിൻറ്റെയിൻ ചെയ്യുക. ജോലി മേടിച്ചുകൊണ്ട് പോവുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ ആമുഖമായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബിജി മിസ്സിനെ വിളിക്കാം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? പിന്നെ നമ്മൾ ഓഫ്ലൈൻ ബാച്ച് മാർച്ച് സ്റ്റാർട്ട് ചെയ്യണേ. മാർച്ച് മാസം ആദ്യ വാരത്തിന് സ്റ്റാർട്ട് ചെയ്യണേ, പുതിയ ബാച്ച് കേട്ടോ. ഓക്കെ, അത് ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ, അറിയാമല്ലോ. ഓക്കേടാ, അപ്പോൾ ബിജി മിസ്സിനെ വിളിക്കണം. താങ്ക് യു.
ഹായ് ആൾ, എല്ലാവർക്കും എക്സാം നല്ല എളുപ്പമായിരുന്നോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു വലിയ പാടായിട്ട് ഫീൽ ചെയ്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നുടാ ഇംഗ്ലീഷ്? ഒന്ന് മെസ്സേജ് ചെയ്യാമോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ശരിയടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വേർ ദ റെഗുലേഷൻസ് ഡാഷ് സ്ട്രിക്ട്ലി സച്ച് വയലേഷൻസ് വുഡ് നോട്ട് ഒക്കർ. ഇവിടെ നോക്കടാ, വേർ ദ റെഗുലേഷൻസ് അല്ലേ, അപ്പോൾ ദ റെഗുലേഷൻസ് വെയർ ഡാഷ് സ്ട്രിക്ട്ലി അങ്ങനെ പറഞ്ഞൂടെ? ദ റെഗുലേഷൻസ് വെയർ ഡാഷ് സ്ട്രിക്ട്ലി, അതിനെ ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. സോ വേറിനോടൊപ്പം നമുക്ക് V3 ഫോം ഉപയോഗിക്കാം. എപ്പോൾ ഉപയോഗിക്കാം? സെൻറ്റൻസ് പാസീവ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ. സോ ഇവിടെ എൻഫോഴ്സിങ് എന്ന് വരില്ലേ എന്ന് ചോദിക്കും, പക്ഷേ എൻഫോഴ്സിങ് ഇവിടെ മാച്ച് ചെയ്യില്ല. സോ വേർ ദ റെഗുലേഷൻസ് എൻഫോഴ്സ് സ്ട്രിക്ട്ലി, കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്തിരുന്നുവെങ്കിൽ പാസ്റ്റ് ആണ്. വുഡ് നോട്ട് ഒക്കർ എന്ന ഇങ്ങനത്തുള്ള വയലേഷൻസ് ഉണ്ടാകില്ല. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ് ഈവനിങ് ഡാ, ഗുഡ് ഈവനിങ്. ഓക്കെ, വേർ ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് സ്ട്രിക്ട്ലി സച്ച് വയലേഷൻസ് വുഡ് നോട്ട് ഒക്കർ അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ ക്വസ്റ്റ്യനെ ഓക്സിലറി ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക അല്ലേ. ഇപ്പോഴത്തെ ഭാഷ നമുക്ക് വുഡ് നോട്ട് ഉണ്ട്. വുഡ് നോട്ട് പാസീവിനെയാണ് കാണിക്കുന്നത്, സോറി പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നു. സോ നമുക്ക് ഉറപ്പിക്കാം അല്ലേ, എന്തായാലും പാസ് ഫോമേ വരത്തുള്ളൂ. സോ വേർ പ്ലസ് V3 ആണ്, ഇതൊരു പാസീവ് കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഷീ വാസ് അപ്പോയിൻറ്റഡ് ഡാഷ് ചെയർപേഴ്സൺ ഓഫ് ദ കമ്മിറ്റി യുനാനിമസ്ലി. സോ ഇവിടെ ചെയർപേഴ്സൺ എ ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട്, നോ ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ സജീവമാണ് ക്വസ്റ്റ്യൻ, എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരുമോടാ? ഇവിടെ കണ്ടോ, ഷീ വാസ് അപ്പോയിൻറ്റഡ് ഡാഷ് ദി ചെയർപേഴ്സൺ. ആസ് എന്നൊരു യൂസേജ് പോലും അവിടെ പറയുന്നില്ല അല്ലേ. അപ്പോൾ എന്ത് വരാനാണ് സാധ്യത കൂടുതൽ? നോ ആർട്ടിക്കിൾ ആണ്. ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നോ ആർട്ടിക്കിൾ ആണ്. എഴുതാൻ പറ്റിയോ സബിത? എഴുതിയോടാ? ഓക്കെ ഓക്കെ, അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നോ ആർട്ടിക്കിൾ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഹി ടേക്സ് ഗ്രേറ്റ് പ്രൈഡ് ഡാഷ് ഹിസ് പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി. ഇന്നാണോ, ഓണാണോ, ഫോർ ആണോ, ഓഫ് ആണോ? പ്രിപ്പോസിഷൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. ഹി ടേക്സ് ഗ്രേറ്റ് പ്രൈഡ് ഇൻ ഹിസ് പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി. ഓപ്ഷൻ എ ഇന്നാണ് വരിക. എന്ത് വരിക? ഓപ്ഷൻ എ ഇന്നാണ് വരുന്നത്. എഴുതാൻ പറ്റിയോ? എഴുതാൻ പറ്റിയോടാ? എഴുതിയോ? ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചൂസ് ദി കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഫോം. ഇൻഡയറക്റ്റ് സ്പീച്ച് ഏതെന്നാണ് ചോദിക്കുന്നത്. ഷീ സെഡ് ഐ ഹാഡ് കംപ്ലീറ്റഡ് ദ ടാസ്ക് ബിഫോർ ദി ഡെഡ് ലൈൻ അല്ലേ. എന്താണ് ഇതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം? തന്നിരിക്കുന്നതിൽ നമുക്ക് നോക്കണം. ഇൻഡയറക്റ്റ് ആണ് തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഐ ഹാഡ് കംപ്ലീറ്റഡ്, ഹാഡ് പ്ലസ് V3 ആണല്ലേ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ മാറ്റങ്ങൾക്ക് ആവശ്യമുണ്ടോ? വലുതായിട്ടില്ല. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നോക്കിയേ. ദ ഫസ്റ്റ് വൺ ഈസ് ഷീ സെഡ് ദാറ്റ് ഷീ കംപ്ലീറ്റഡ് ദ ടാസ്ക്. അത് തെറ്റാണ് അല്ലേ. ഓപ്ഷൻ സി ആയിക്കോട്ടെ, ഷീ സെഡ് ഷീ ഹാസ് കംപ്ലീറ്റഡ്. ഹാസ് കംപ്ലീറ്റഡ് ഒരിക്കലും വരില്ല, കാര്യം ദ ക്വസ്റ്റ്യൻ ഇസ് ഹാഡ് കംപ്ലീറ്റഡ് ആണ്. പിന്നെ ഓപ്ഷൻ ഡിയിലേക്ക് പോയാലോ, ഷീ ഹാഡ് ബീൻ കംപ്ലീറ്റിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. അതും തെറ്റാണ് അല്ലേ. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് കംപ്ലീറ്റഡ് ദ ടാസ്ക് ബിഫോർ ദി ഡെഡ് ലൈൻ. ഓക്കെ, എല്ലാവർക്കും എഴുതാൻ പറ്റിയോ? എളുപ്പമായിരുന്നില്ലേ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേടാ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ് കൺസൈസ്. കൺസൈസ് എന്ന വാക്കിന് സിനോണിം മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ്, ലെങ്തി, പ്രിസൈസ്, ഇലാബറേറ്റ്. കൺസൈസ് എന്ന് വെച്ചാൽ ഷോർട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ചെയ്ത് പറയുക. അപ്പം ഡീറ്റെയിൽഡ് ആയാലും ലെങ്തി ആയാലും എലാബറേറ്റ് ആയാലും കുറച്ച് ഡീറ്റെയിൽ എന്നത് ലെങ്തി ആയിട്ട് പറയാന്ന് വെച്ചാൽ നീ കുറച്ച് എക്സ്ട്രാ പറയുക അല്ലേ. ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വെച്ചാൽ ഇലാബറേറ്റ് എന്ന് പറയുക എല്ലാം തന്നെ എന്താണ് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ്. നമ്മുടെ ചോദ്യം സിനോണിം ഓഫ് കൺസൈസ് ആണ്. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, പ്രിസൈസ് ആണ് കേട്ടോ, പ്രിസൈസ്. ഓക്കെ, ഇത് എളുപ്പത്തിൽ എഴുതാൻ പറ്റിയെന്നാണ്. ഫസ എഴുതിയോടാ? കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദി കറക്റ്റ് ആൻറ്റോണിം ഫോർ ദ വേർഡ് ഒബ്സൊലറ്റ്. ഒബ്സൊലറ്റ് എന്ന വേർഡിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഔട്ട്ഡേറ്റഡ്. ഒബ്സൊലറ്റ് മീൻസ് ഔട്ട്ഡേറ്റഡ് എന്നാണ് മീനിങ് വരുന്നത്. സോ അതായത് അതിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നിലവിലുള്ളത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ്, കറൻറ്റ്. എന്താണ്? കറൻറ്റ്. ഓപ്ഷൻ സി കറൻറ്റ് ആണ് വരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, ഓക്കെ കറക്റ്റ് ഫസ, ശരിയാണടാ. ലിറ്റിൽ ഡാഷ് ദ കമ്മിറ്റി റിയലൈസ് ദ കോൺസിക്വൻസസ് ഓഫ് ഇറ്റ്സ് ഡെസിഷൻ. ലിറ്റിൽ ഇവിടെ നോക്കടാ, ഒരു എംഫസൈസ് ചെയ്ത് പറയാണ്, കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇവിടെ നമ്മുടെ വെർബ് കണ്ടോ, റിയലൈസ് ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ റിയലൈസ് വരുന്നതെങ്കിൽ നമുക്കറിയാം ഡു, ഡസ്, ഡിഡ് ഇത് ഓക്സിലറി വെർബായിട്ട് വന്നാൽ പിന്നീട്
മെയിൻ വെർബ് എഴുതുമ്പോൾ അതിൻ്റെ റൂട്ട് ഫോം എഴുതണം. SOING ഒന്നും ഇല്ലാത്ത തന്നെ റൂട്ട് ഫോം എഴുതണം. സോ ഇവിടെ നമുക്ക് ഡിഡ് ഉണ്ട്, ഡസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞ കാര്യത്തെ വ്യക്തമാക്കി പറയുകയാണ്. സോ ഡിഡാണ് ഇവിടുത്തെ ആൻസർ. പക്ക ആൻസർ എന്ന് പറയുന്നത് ഡിഡാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും എഴുതാൻ പറ്റിയോ? ഓക്കെ. 8ാമത്തെ ചോദ്യം, ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. തന്നിരിക്കുന്നതിൽ ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് ഏതെന്നാണ്. നത്തിങ് ഹാസ് ബീൻ ഡിസൈഡഡ് യെറ്റ്. നത്തിങ് ഹാസ് ബീൻ ഡിസൈഡഡ് യെറ്റ്. ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് അല്ലേ. ഇവിടെ നമ്മുടെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഹാസ് ആണ്. നത്തിങ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡ് ആണ് അല്ലേ. അങ്ങനെ നെഗറ്റീവ് വേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ടാഗ് എഴുതും? പോസിറ്റീവ് ടാഗ് എഴുതും. അപ്പോൾ നമുക്ക് ഹാസ് എന്ന ഓക്സിലറി വെർബ് ഉണ്ട്, പോസിറ്റീവ് ടാഗ് എന്ന് മനസ്സിലായി. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഹാസ് ഇറ്റ്. ഹാസ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Choose the correct one-word substitute. A speech expressing praise for someone usually delivered on a formal occasion. A speech expressing praise for someone. ഒരാളെ പുകഴ്ത്തി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഫോർമൽ ഒക്കേഷനിൽ പറയുന്ന സ്പീച്ച് ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഓപ്ഷനിൽ നിന്ന് യൂളജിയും അതുപോലെ തന്നെ പാനജറിക്കും ആൻസർ ആയിട്ട് വരാം. ഇത് രണ്ടും ആക്ച്വലി ഒരു പ്രൈസ് ആണ്. എക്സ്പ്രസിങ് പ്രൈസ്, അതായത് ഒരാളെ പുകഴ്ത്തി പറയുന്ന, സ്തുതി പറയുക, ആ ഒരു കോൺസെപ്റ്റിൽ പറയുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് അവർ ആൻസർ കീ ആയിട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതിന് രണ്ടിനും ഏകദേശം സിമിലർ മീനിങ്, സ്തുതിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അടുത്തത് ഇംഗ്ലീഷിലെ അവസാനത്തെ ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെൽഡ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. പെർസീവറൻസ് ആണ് അല്ലേ. PERSEVERANC. പെർസീവറൻസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. ഫസ്റ്റ് ഹാസ് ഇറ്റ് എഴുതി, കറക്റ്റ് ശരിയാണുള്ളത്. അത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രത്തോളം പാടുണ്ടായിരുന്നില്ല അല്ലേ. കുറച്ചൊന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 8+ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് GK സെക്ഷനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബയോമോളിക്യൂൾ. തന്നിരിക്കുന്നതിൽ ബയോമോളിക്യൂൾ അല്ലാത്തത് ഏത് എന്നാണ്. സോഡിയം ക്ലോറൈഡ് ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഇതിൽ ബയോമോളിക്യൂൾ അല്ലാത്തത് ഏതാണെടാ? ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ് ആണ്. ഓപ്ഷൻ എ സോഡിയം ക്ലോറൈഡ് ആണ്. ഓക്കെ ആണോ? എഴുതിയോ? കിട്ടിയോ? ഫസ സോഡിയം. ഓക്കെ. മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഹാസ് കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ദ ഫീൽഡ് ഓഫ് കൂടിയാട്ടം, ക്ലാസിക്കൽ ഡാൻസ്, കഥകളി, ഓട്ടംതുള്ളൽ. ഏതാണ് മാങ്കുളം വിഷ്ണു നമ്പൂതിരി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി കേട്ടോ, കഥകളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തായിട്ട്? കഥകളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. In 1912, who threw bomb on Lord Hardinge? ആരാണ് 1912 ലോർഡ് ഹാർഡിഞ്ചിന് നേരെ ബോംബ് എറിഞ്ഞത്? ആരാണ്? ഓപ്ഷൻ എ ബസന്ത് കുമാർ ബിസ്വാസ് ആണ് കേട്ടോ. ബസന്ത് കുമാർ ബിസ്വാസ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. GKയുടെ ഒരു ചോദ്യമാണ്. GK ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതാൻ പറ്റിയോടാ? ഓക്കെ, കമൻറ്റ് ചെയ്ത എല്ലാവരും. നെയിം ദ ഗാലക്സി ഇൻ വിച്ച് ദ സോളാർ സിസ്റ്റം ഓക്യുപ്പൈസ്. നമ്മുടെ ഗാലക്സി ഏതാണ്? നമുക്ക് വളരെ എളുപ്പമുള്ള ചോദ്യം. നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത് മിൽക്കി വേ ആണല്ലേ. ഓപ്ഷൻ ബി മിൽക്കി വേ. ഇതെല്ലാവരും എഴുതി കാണും, എല്ലാവരും. 15th question, the longest day in the northern hemisphere. നമുക്കറിയാം സൂര്യൻ അയനാന്തമാണ്, ഇങ്ങനെ മൂവ് ചെയ്ത് അല്ലേ. ആ മൂവ്മെൻറ്റ് അനുസരിച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുമ്പോൾ അവിടെ ഏറ്റവും ലോങ്സ്റ്റ് അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് ഡേ ആയിട്ട് വരുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? ഓപ്ഷൻ ബി 21st ജൂൺ ആണ് കേട്ടോ. ഓപ്ഷൻ ബി 21st ജൂൺ ആണ്. അടുത്ത 16ാമത്തെ ചോദ്യം, ദ ഫിലിം 7 സാമുറായ് ഈസ് റിലേറ്റഡ് ടു ആരുമായിട്ട് ബന്ധപ്പെട്ട? 7 സാമുറായ് ആരുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്? എല്ലാവർക്കും എഴുതാൻ പറ്റിയോ? അക്കീര കുരോസാവയുമായിട്ട് ബന്ധപ്പെട്ട ഫിലിമാണ് കേട്ടോ. എഴുതിയോ? മിൽക്കി വേ എഴുതിയല്ലേ, കുഞ്ഞിലെ പഠിക്കുന്നതല്ലേ. ഓക്കെ, ദ 7 സാമുറായ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അക്കീര കുരോസാവ. 17ാമത്തെ ചോദ്യം, ദ ടേം ബീമാരു റെപ്രസെൻസ്. ഈ തന്നിരിക്കുന്ന ബീമാരു എന്ന വാക്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എന്താണ്? 4 എക്കോണമിക്കലി പുവർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെയാണ് കേട്ടോ. 4 എക്കോണമിക്കലി പുവർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെയാണ് ബീമാരു എന്ന ടേം ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും എഴുതിയോ? അടുത്തത് 18ാമത്തെ ചോദ്യം, അക്കീര എഴുതിയല്ലേ. സുബിൻ മെഹ്ത ഈസ് ഫേമസ് ഇൻ ദ വേൾഡ് ഓഫ് മ്യൂസിക് ആണോ, പൊളിറ്റിക്സ് ആണോ, ലിറ്ററേച്ചർ ആണോ, സ്പോർട്സ് ആണോ? സുബിൻ മെഹ്ത ഏതിലാണ് പ്രശസ്തി നേടിയത്? മ്യൂസിക്കിലാണ് കേട്ടോ. ഓപ്ഷൻ എ മ്യൂസിക്കിലാണ് സുബിൻ മെഹ്ത പ്രശസ്തി നേടിയത്.
19ാമത്തെ ചോദ്യം. The provision for suspension of fundamental rights during emergency in the Indian Constitution was adopted from. എമർജൻസി അല്ലേ? എമർജൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് അല്ലേ? അപ്പം ദ പ്രൊവിഷൻ ഓഫ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പോലും റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സസ്പെൻഡ് ചെയ്യുന്ന എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മൾ ആ തത്വം കടം കൊണ്ടത്? ജർമ്മനി. ഫസ കറക്റ്റാണ്, ജർമ്മനിയാണ് കേട്ടോ. എമർജർ അങ്ങനെ ആലോചിച്ചാലും മതി. ഇനി ജർമ്മനി ഇല്ലെങ്കിൽ 1935 റിലേറ്റഡ് ആയിട്ടുള്ള ആ റൂളിലും പറയുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ജർമ്മനി ഓപ്ഷനിലുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനി തന്നെ. ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ജർമ്മനി തന്നെയാണ്. അടുത്ത GKയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ദ ഫോളോയിങ് റെസിപ്പിയൻസ് ഓഫ് ഭാരത് രത്ന അവാർഡ് ചൂസ് ഔട്ട് ദ ഓൺ മാൻ ഓൺ ദ ബേസിസ് ഓഫ് ദി ഡേറ്റ് ഓഫ് റെസിപ്പിയൻറ്റ് ഓഫ് ദി അവാർഡ് എന്നാണ് ചോദ്യം. ഡോക്ടർ S രാധാകൃഷ്ണൻ, C രാജഗോപാലാചാരി, CV രാമൻ, ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം ഡോക്ടർ S രാധാകൃഷ്ണൻ, C രാജഗോപാലാചാരിക്കും CV രാമനും ലഭിച്ചത് 1954 എന്നാൽ ജവഹർലാൽ നെഹ്റുവിനും ലഭിച്ചത് 1955. സോ ദ ആൻസർ വിൽ ബി എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ജവഹർലാൽ നെഹ്റു. എല്ലാവരും എഴുതിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം GKയും ഒരുപാട് പാടായിരുന്നോ? അല്ലല്ലോ. എല്ലാവർക്കും എഴുതാൻ പറ്റിയില്ലേ? സ്പീഡ് കൂട്ടണോ? കണ്ണൻ ഓക്കേടാ. ഓക്കെ, നമുക്ക് മാത്സിലേക്ക് പോകാം. ഇഫ് 12x - 6 ഈസ് ഈക്വൽ ടു 10x + 8 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇവിടെ നോക്കട്ടെ, എളുപ്പമാണിത്. 12x അല്ലേ? അപ്പം നമുക്ക് ഇതിനെ നമുക്ക് ഷോർട്ട് ചെയ്യുമ്പോൾ എക്സ് ഒരുമിച്ച് കൊണ്ടുവരാം. 10x ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും കേട്ടോ, -10x. 8 അവിടെ കിടക്കുന്നു, -6 അപ്പുറത്ത് പോകുമ്പോൾ +6 ആയിട്ട് മാറും. അപ്പം നമുക്ക് ഇതിനെ കുറയ്ക്കുമ്പോൾ 2x = 8 + 6 എന്ന് പറയുന്നത് 14 കേട്ടോ, 14. സോ എക്സ് എന്ന് പറയുന്നത് 14/2 അല്ലേ? എത്രയാണ്? 7 നമ്മുടെ ആൻസർ എ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 7 ആണ് ഫസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കിട്ടിയോ? എളുപ്പമല്ലേ? രണ്ടാമത്തെ ചോദ്യം കൺവേർട്ട് 2.05 ഇൻറ്റു ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ 2.05നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 205/100 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇനി 5ൻ്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യാമല്ലോ. എത്ര പ്രാവശ്യം? 2 20. ഇതിൻ്റെ ടേബിളിൽ 4 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 41/20 എന്ന് കിട്ടും. ഇനി ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 41/20 ആണ്. എഴുതാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. 23ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 40% ഓഫ് 40 + 30% ഓഫ് 30 + 20% ഓഫ് 20 - 10% ഓഫ് 10? ഇവിടെ നോക്കടാ, 40% ഓഫ് 40 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ആണ്. 30% ഓഫ് 30 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ആൻഡ് 20% ഓഫ് 20 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ആൻഡ് 10% ഓഫ് 10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 16 + 9 + 4 - 1 എത്ര കിട്ടും? 6 25 25 4 29. 29ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ ദ ആൻസർ ഈസ് 28. ഓപ്ഷൻ ഡി. എല്ലാവർക്കും എഴുതാൻ പറ്റിയോ? ഫസ ശരിയാണടാ. അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ബൈസ് an article for ₹360 and sells it at a 20% profit. If he had bought it for ₹300, what will be his profit percentage എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കടാ, എ മാൻ ബൈസ് an article for ₹360. അപ്പം ആദ്യത്തേത് CP എന്ന് പറയുന്നത് 360 ആണ് അല്ലേ? അപ്പം നമുക്ക് SP കണ്ടുപിടിക്കണം. അപ്പോൾ SP കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 360 നമുക്ക് 100% ആക്കി എടുക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 20% പ്രോഫിറ്റ് കിട്ടിയെന്നല്ലേ? സോ 100 + 20 120 ആയിട്ട് എടുക്കാം. ദെൻ ഇതിനെ ക്യാൻസൽ ചെയ്യാം. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പം 36 × 10 360, പിന്നെ 72 കൂടി 360ഉം 72ഉം കൂടി ആവുമ്പോൾ എത്ര കിട്ടും? 360ഉം 72ഉം 2 13 4 432 എന്ന് കിട്ടും. 432 എന്ന് കിട്ടും അല്ലേ? പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇഫ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫോർ ₹300. അപ്പം നമ്മുടെ SP മാറുന്നില്ല. SP എന്ത് തന്നെയാണ്? 432 തന്നെയാണ്. അപ്പോൾ CP അവർ തന്നിട്ടുണ്ട് 300 രൂപയ്ക്കാണ് വാങ്ങിച്ചത് എങ്കിൽ വാട്ട് വിൽ ബി ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഇവിടെ എത്ര വരും നോക്കടാ? 432 എന്ന് ഇത് കൊടുക്കുമ്പം 132 എന്ന് കിട്ടും അല്ലേ?
അപ്പോൾ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 132 ആണ്, CP എന്ന് പറയുന്നത് 300 കോസ്റ്റ് പ്രൈസ് ആണ്, ദാറ്റ് ഈസ് ഇൻ 100. ഇത് നമുക്ക് ചെയ്ത് വരുമ്പോൾ കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് 44 കിട്ടും കേട്ടോ. 44 നോക്കട്ടെ, ഇതിവിടെ ഒരു 4 പ്രാവശ്യം 1 ബാലൻസ് വരും, 12ൽ 4 പ്രാവശ്യം, ദാറ്റ് ഈസ് ഇക്വൽ ടു 44% കിട്ടും. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 44%. എഴുതാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുന്നു, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കിട്ടിയോ? 432 കറക്റ്റ് ഫസ. അപ്പോൾ നമ്മൾ ആദ്യം തന്നത് വെച്ചിട്ട് ആദ്യത്തെ SP കണ്ടെത്തി, അതിനുശേഷം ആ SP വെച്ചിട്ട് തന്നെ CP അവർ പറഞ്ഞ SP വെച്ചിട്ട് CP വെച്ചിട്ട് നമ്മുടെ SP ആയിട്ട് അതിനെ ഒന്ന് അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് 44 കിട്ടും. 44% ഇസ് ദ ആൻസർ. എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് പ്രസൻറ്റ് ഏജസ് ഓഫ് A and B ഈസ് 5:7. ഇപ്പോഴത്തെ പ്രസൻറ്റ് ആണ് 5:7. ആഫ്റ്റർ 10 years ഇറ്റ് വിൽ ബിക്കം 3 ആണ്, 3 and 3:4 ആവും. നമുക്ക് 5നെ 5x plus 10 by 7x plus 10 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3:4, ദാറ്റ് ഈസ് 3/4 നമ്മൾ എടുത്തു. ഓക്കെ അല്ലേ? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കടാ. 4 × 5x plus 10. 4 × 5 എത്ര? 20x plus 40 എന്ന് വരും. ഇനി അടുത്തത് 3 × 7x plus 10. അപ്പം 21x plus 30 എന്ന് കിട്ടും. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ 21xൽ നിന്ന് 20x കുറയ്ക്കുമ്പോൾ x കിട്ടും അല്ലേ? x എന്ന് പറയുന്നത് 40ൽ നിന്ന് 30 കുറയ്ക്കണം. ഇപ്പം ഫിസിക്കൽ ടു ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? മൈനസ് ആയിരിക്കും. അപ്പം 40 - 30 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് 10 കിട്ടിയല്ലേ? ഇനി പ്രസൻറ്റ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെയാണ്? ബിയുടെ. ബി എത്രയാണ്? 7 ആണ്, 7x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 10 70 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ്, 70 ആണ്. എഴുതാൻ പറ്റിയോ? എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. 70 അക്ഷയ കറക്റ്റ് ആണ്, കറക്റ്റ്. അടുത്ത ചോദ്യം, ദി ആവറേജ് ഓഫ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ എ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ഇൻ എ സ്കൂൾ ഡിവിഷൻ A 58, ഡിവിഷൻ B 66, ഡിവിഷൻ C 62 അല്ലേ? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഡിവിഷൻസ് ആർ. അപ്പം എയിൽ 22, ബിയിൽ 26, സിയിൽ 24 റെസ്പെക്ട്ലി. ഫൈൻഡ് ദ ഓവറോൾ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് ഓരോന്നും ഇൻറ്റു ചെയ്ത് എടുക്കണം. 58 × 22 എന്ന് പറയുമ്പോൾ 1276 കിട്ടും. ഓക്കെ, 66 × 26 എന്ന് പറയുമ്പോൾ 1716 കിട്ടും. അതുപോലെ തന്നെ 62 × 24 എന്ന് പറയുമ്പോൾ 1488 എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 4480 എന്ന് കിട്ടും. അപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് എന്താണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറിയണ്ടേ? 22 + 26 അത് 22. ഇവിടെ തന്നെ കൂട്ടാം നമുക്ക് 20 അല്ലേ? 10, 12, 1, 7, 72. അപ്പോൾ നമുക്ക് ആവറേജ് കാണാം. ആവറേജ് എങ്ങനെ കാണാം? 4480 / 72 എന്ന് കഴിയും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുമ്പോൾ 62.2 എന്ന് ആൻസർ കിട്ടും. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എഴുതിയോ? കിട്ടിയോ? കിട്ടി. ഫസ്റ്റ് കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. തന്നിരിക്കുന്ന സീരീസിലെ മിസ്സിംഗ് നമ്പർ ആണ്. 8 12 ആവുന്നു, 12 18, 18 27 and 27 40.5 ആണ്. അപ്പോൾ നമുക്ക് ഇതിലും എങ്ങനെ മനസ്സിലാക്കാം? 8 × 1.5 ആണ് 12 അല്ലേ? 12 × 1.5 ആണ് 18, 18 × 1.5 ആണ് 27, 27 × 1.5 ആണ് 40.5. Therefore 40.5 × 1.5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 60.75 എന്ന് വരും. ഓക്കെ, 60.75 എന്ന് വരും. കൃത്യമായിട്ട് ഇൻറ്റു ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് 60.75 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ശരിയാണ് ഫസ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സയൻസ് among the following to make the calculation correct. അപ്പം തന്നിരിക്കുന്ന നമ്പറിൽ ഇത് ഇട്ടാലാണ് കറക്റ്റ് കാൽക്കുലേഷൻ കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 15 ആണ്. 15 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 2 ഇൻറ്റു 4 = 13. അതെങ്ങനെ പറയും? നമുക്ക് ബോർഡ് മാസിൻ്റെ റൂൾ നമുക്കറിയാമല്ലേ? ബോർഡ് മാസ് ഫസ്റ്റ് ഡിവിഷൻ സെക്കൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതെ, അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. 15 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 5 ആണ്. 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് 5 + 8 എന്ന് പറയുന്നത് 13 ആണ്. അപ്പം ഇതിനെ സോൾവ് ചെയ്യുന്നത് ഇക്വേഷൻ ഡി ഓപ്ഷനിലുള്ള സയൻസ് ആണ്. ഡിവൈഡ് പ്ലസ് ഇൻറ്റു.
എളുപ്പമായിരുന്നില്ലേ? എല്ലാവരും എഴുതിയല്ലോ അല്ലേ? ശരി, മീര കറക്റ്റാണ്, ഫസ ശരിയാണ്. അടുത്തത് അറ്റ് 7 AM രവി വാക്സ് സച്ച് ദാറ്റ് ഹിസ് ഷാഡോ ഫാൾസ് ഓൺ ഹിസ് റൈറ്റ്. ഇൻ വിച്ച് ഡിറക്ഷൻ ഈസ് ഹി വാക്കിംഗ്? നോക്കാം. 7 മണിക്ക് രവി, അപ്പോൾ 7 മണിക്ക് രാവിലെയാണ്. അപ്പം 7 മണിക്ക് സൂര്യൻ എവിടെയാണ്? ഈസ്റ്റിലാണ് അല്ലേ? സൺ എവിടെയാണ്? ഈസ്റ്റിലാണ്. അപ്പം ഷാഡോ എപ്പോഴും എന്തായാലും ഓപ്പോസിറ്റ് ആയിരിക്കും, വെസ്റ്റിലായിരിക്കും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഫാൾസ് ഓൺ ദി റൈറ്റ് ആണ്. റൈറ്റ് ആകുമ്പോൾ ഏതായിരിക്കും കറക്റ്റ്? റൈറ്റ് ആകുമ്പം ഓപ്ഷൻ എ സൗത്ത് ആണ് ആൻസർ ആയിട്ട് തരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് റോസ് ഈസ് കോഡഡ് ആസ് 6821, റോസിനെ 6821 എന്ന് പറയുന്നു. ചെയർ ഇസ് കോഡഡ് ആസ് 73456, ചെയർ 73456. preach 961473. ഇനി നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെർച്ച് ആണ് അല്ലേ? സെർച്ച്. ഇതിൽ നമുക്ക് നോക്കാം. എസ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? S2 ഇടാം. ഇ ഇവിടെ ഉണ്ട്, E1 ഇടാം. ഏതാ ഇവിടെ ഉണ്ട്? 4 ഇടാം. ഇവിടെയും 4 തന്നെയാണ്. 6 ഇവിടെയുണ്ട്, 6 ഇടാം അല്ലേ? അതിനുശേഷം സി ഇവിടെയുണ്ട്, 7 ഇടാം. H ഇവിടെയുണ്ട്, 3 ഇടാം അല്ലേ? 214673, 214673 നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നല്ല എളുപ്പമുള്ള ചോദ്യമായിരുന്നു മാത്സ്. മാത്സ് എല്ലാവരും എഴുതിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്മിറ്റി ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് നബാർഡ് ഇൻ 1982. ഏത് കമ്മിറ്റിയാണ്? എല്ലാവർക്കും അറിയാം. മീര, ഫസ, എല്ലാവരും ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേടാ. കറക്റ്റ്, ഓപ്ഷൻ എ ആണ്, ഡോക്ടർ ശിവരാമൻ കമ്മിറ്റിയാണ്. ശരിയാണ്. ഓക്കെ, 32ാമത്തെ ചോദ്യം, 32th ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോക്കസസ് ഓൺ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഏതാണ് ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ? പറഞ്ഞേടാ. അതാണ് പറഞ്ഞ് കമൻറ്റ് ചെയ്തേടാ. മീര, ഫസ. അതെ, ഓപ്ഷൻ ബി ആണ്, കോഓപ്പറേറ്റീവ് യൂണിയൻ. ശരി. തേർഡ് ക്വസ്റ്റ്യൻ, 33th ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ PCARDB ഈസ് PCARD Bank ഈസ് ടു പ്രൊവൈഡ് ഡാഷ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഏതാണെടാ ആൻസർ? കമൻറ്റ് ചെയ്തേ. ഷോർട്ട് ടേം ആണോ, മീഡിയം ആണോ, ലോങ് ടേം ആണോ, ഓൾ ദി അബവ് ആണോ? ഏതാണ് ആൻസർ? ഏതാണ്? ലോങ് ടേം ആണ് കേട്ടോ. ലോങ് ടേം ആണ് ആൻസർ ആയിട്ട് വരിക. ലോങ് ടേം. ഓക്കെ, ലോങ് ടേം ആണ്. എഴുതിയോ? The ideology followed by dash was the remunerative linking of rural milk producing centers with the urban demand centers to build up a viable dairy industry. ഏതാണ്? കോർപ്പറേഷൻ ഫ്ലഡ്, UHT processing, compartmental system. ഏതാണ് ആൻസർ? ഒന്ന് കമൻറ്റ് ചെയ്തേടാ. ആൻസർ ബി, കറക്റ്റ്, ഓപ്പറേഷൻ ഫ്ലഡ് ആണ് കേട്ടോ. മീര, ശരിയാണ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ICA എസ്റ്റാബ്ലിഷ്ഡ്? ICA എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്? കമൻറ്റ് ചെയ്തേ. 1805, 1875, 1895, 1905. ഏതാണ് ആൻസർ? 1895. ഫസ കറക്റ്റ് ആണെടാ. ഓക്കെ, MVJ, എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല. മീര 1895 ആണെടാ. ഓക്കെ, അൻസിബ. ഓക്കെ, മീര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, DV ഫയൽ കോമൺലി റെഫേഴ്സ് ടു. DV ഫയൽ എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്ബേഴ്സ്മെന്റ് വോളിയം ഫയൽ, ഡെപ്റ്റ് വെരിഫിക്കേഷൻ ഫയൽ, ഡിസ്ബേഴ്സ്മെന്റ് വൗച്ചർ ഫയൽ, ഡെപ്റ്റ് വോളിയം ഫയൽ. ഏതാണ്? ഡിസ്ബേഴ്സ്മെന്റ് വൗച്ചർ ഫയലാണ് കേട്ടോ. എല്ലാവരും എഴുതിയോ? ശരിയാണെടാ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഇൻ ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ 1970 കൊച്ചിൻ, 1909 മാംഗ്ലൂർ,
1970 ന്യൂഡൽഹി, 1984 തിരുവനന്തപുരം. ഏതാണ്? ഏതാണ് പറയടാ, കമൻറ്റ് ചെയ്ത്. 1909 ബാംഗ്ലൂർ ആണ് കേട്ടോ. 38ാമത്തെ ചോദ്യം. ഓക്കെ. The long-term credit to the state cooperative banks and others approved by the RBI for refinance for investment in agriculture and allied activities in extended to a period of dash years. എത്രയാണ്? എത്ര വർഷമാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത്? ഓപ്ഷൻ ഡി 25 ആണ് കേട്ടോ. 25 ഓപ്ഷൻ ഡി. 38th question ആൻസർ ഇസ് ഓപ്ഷൻ ഡി 25 ആണ്. എല്ലാവരും എഴുതിയോ? 39ാമത്തെ ചോദ്യം. The organization that supports dairy cooperatives in the diversification of product portfolio for commercial production by providing value added products and process technology. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി NDDB ആണ് കേട്ടോ. NDDB. കറക്റ്റ്. മീര കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. This scheme protects covering loan liabilities if a borrower dies during the loan period. Welfare fund, risk fund, thrift fund, relief scheme. ഏതാണ് ആൻസർ? ഓപ്ഷൻ നീരജ കറക്റ്റ് ആണ്. റിസ്ക് ഫണ്ട് ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത 41ാമത്തെ ചോദ്യം. Doing a job for its inherent enjoyment, satisfaction or personal challenge rather than for external rewards. ഏതാണ്? 41. ഏതാണ്? എക്സ്ട്രിൻസിക് ആണോ, ഫിയർ ബേസ്ഡ് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് ആണോ, ഫിസിയോളജിക്കൽ ആണ്? ഇൻട്രിൻസിക് ആണ് കേട്ടോ. ഇൻട്രിൻസിക് ആണ്. എല്ലാവരും എഴുതിയോ? സി കറക്റ്റ്. ഹീര കറക്റ്റ് ആണ്. ആൻഡ് ഇൻഡിപെൻഡന്റ് ഗ്രീവൻസ് റീഡ്രസൽ അതോറിറ്റി ഫോർ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആർബിട്രേറ്റർ, ഓംബുഡ്സ്മാൻ, ട്രൈബ്യൂണൽ, രജിസ്ട്രാർ. എന്തെഴുതി? ഓപ്ഷൻ ബി ഓംബുഡ്സ്മാൻ എഴുതിയോ? കറക്റ്റ്. MVG കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം 43. In the communication process, dash helps to know whether communication is received by the receiver as intended by the sender. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ഫീഡ്ബാക്ക് ആണ്. ഓപ്ഷൻ സി ഫീഡ്ബാക്ക്. എഴുതിയോ? കിട്ടിയോ എല്ലാവർക്കും? ഫീഡ്ബാക്ക്. In the communication process, feedback helps to know whether communication is received by the receiver as intended by the sender. Okay അല്ലേ? Okay. 44th question. In addition to statutory functions, this registrar is responsible for. എന്തിനാണ് രജിസ്ട്രാർ റെസ്പോൺസിബിൾ? പറഞ്ഞേടാ. എന്തിനാണ്? രജിസ്ട്രേഷൻ ആണോ, അമെൻമെന്റ് ഓഫ് ബൈലോസ് ആണോ, എക്സിക്യൂഷൻ ഓഫ് അവാർഡ്സ് ആണോ, ഡെവലപ്മെന്റൽ ആണോ? ഏതാണ്? ഡെവലപ്മെന്റൽ കേട്ടോ. ഡെവലപ്മെന്റ്. After the bifurcation of administration and audit, who is concerned official for administration at the taluk level? ആരാണ്? 45. ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണോ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണോ, അസിസ്റ്റന്റ് ഡയറക്ടർ ആണോ, ജോയിന്റ് രജിസ്ട്രാർ ആണോ? ആരാണടാ? ബൈഫിക്കേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ്. ഹൂ ഈസ് കൺസേൺഡ് ഒഫീഷ്യൽ ഫോർ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ താലൂക്ക് ലെവൽ. താലൂക്ക് ലെവലിൽ ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് കേട്ടോ. അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. എഴുതാൻ പറ്റിയോ? മീര അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണടാ. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. ദ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ സെക്ഷൻ 57E of the Kerala Cooperative Societies Act 1969 is dash. Cooperative Member Relief Fund, Risk Fund, Cooperative Revival Fund, Professional Education Fund. ഏതാണ്? അതെ, സി ആണ്. കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് ആണ് കേട്ടോ. അത് എഴുതിയോ? കിട്ടിയോ? കിട്ടി. 47th question. The elected committee has to take decision on the membership of members enrolled by the administrator or administrative committee within a period of dash from the date of assuming charge. ഏതാണ്? 1 year ആണ് കേട്ടോ. 1 year. ഓക്കെ, 1 year എഴുതാൻ പറ്റിയോ? The minutes of the meeting of a cooperative society shall be recorded by the dash of the society. 48ാമത്തെ ചോദ്യം.
The minutes of the meeting of a cooperative society shall be recorded by the dash of the society. ആരാണ്? പ്രസിഡന്റ് ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ആണോ, എനി കമ്മിറ്റി മെമ്പർ ആണോ, എനി വൺ ഓഫ് ദി എബവ് ആണ്? അതെ, ഓപ്ഷൻ ഡി, എനി വൺ. ഇവരാര് വേണോ ആവാം അല്ലേ? പ്രസിഡന്റ് ആവാം, ചീഫ് എക്സിക്യൂട്ടീവ് ആവാം, എനി കമ്മിറ്റി മെമ്പർക്കും ആർക്ക് വേണോ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം കേട്ടോ. അടുത്തത് 49ാമത്തെ ചോദ്യമാണ്. Within dash from the date of getting the inquiry report under section 65 of the KCS Act 1969, the registrar shall give the persons the opportunity of being heard before issuing an order of such charge. 15 days, 30 days, 1 month, 60 days. ഏത് വരും? 15 days ആണോ, 30 days ആണോ, 1 month ആണോ, അതോ 60 days ആണോ? 1 month ആണ് കേട്ടോ. 1 month എഴുതിയോ? എല്ലാവരും എഴുതിയോ? 50ാമത്തെ ചോദ്യമാണ്. Dash section of the KCS Act 1969 deals with the power of government or registrar to deal with irregularities, etc. 66A, 66B, 68B, 68C. ഏതാണ് ശരി? പറയടാ. 68B ആണ് കേട്ടോ, ശരിയാണ്. MVG, കറക്റ്റ്. ഓക്കെ. 51ാമത്തെ ചോദ്യം. The ombudsman appointed at section 69A of the KCS Act 1969 shall be under the administrative control of dash. Vigilance officer, registrar, Reserve Bank of India, government. ആരാണ്? പറയടാ. Ombudsman appointed under the section 69A of the KCS Act 1969 shall be under the administrative control of ആരുടെ ഭരണ കൺട്രോളിലായിരിക്കും? അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലായിരിക്കും ഭരണവുമായിട്ട് ബന്ധപ്പെട്ട്. പറയടാ. വിജിലൻസ് ഓഫീസർ ആണോ, രജിസ്ട്രാർ ആണോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ? ഗവൺമെന്റ് ആണ് കേട്ടോ. ഗവൺമെന്റിന്റെ കൺട്രോളിലായിരിക്കും. ഓക്കെ. The books and records of a liquidated society shall be kept by the liquidator for a period of dash years. 2 years, 3 years, 5 years, 12 years. ഏതാണ് പറയടാ. എത്ര വർഷമാണ്? The book and records of a liquidated society shall be kept under the liquidator for a period. എത്ര നാളാണ് സൂക്ഷിക്കുന്നത്? 3 years. 3 years എഴുതാൻ പറ്റിയോ? ഓപ്ഷൻ ബി ആണ്, 3 years ആണ്. എഴുതിയോ? അൻസിബ, മീര. ഓക്കെ. 53rd question ആണ്. 53ാമത്തെ ചോദ്യം. The certificate issued by the registrar under section 79 of the KCS Act 1969 shall be in form number dash of the appendix 2. ഏതാണ്? 10, 11, 12, 13. ഏത് വരും? ഏതാണെടാ? ഓപ്ഷൻ ഡി, 13 ആണ് കേട്ടോ. റൂൾ 16 സബ് ക്ലോസ് 5ലാണ് കേട്ടോ. The certificate issued by the registrar under section 79 of the KCS Act 1969 shall be in the form number 13 of the appendix 2. ഓക്കെ. അടുത്ത 54ാമത്തെ ചോദ്യം. Dash means any cooperative society against which or any person against whom a decree has been obtained. ഏതാണ്? ഡീഫോൾട്ടർ ആണ് കേട്ടോ. ഡീഫോൾട്ടർ ആണ് any cooperative society against which or any person against whom a decree has been obtained. The appointments of chief executive of the apex societies shall be made by dash after fixing the qualification. Government ആണോ, registrar ആണോ, managing committee of the society, registrar and the managing committee. എന്തെഴുതി എല്ലാവരും? ഗവൺമെന്റ് ആണ് കേട്ടോ. ഗവൺമെന്റ്. 55ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഗവൺമെന്റ് ആണ്. ഓക്കെ. അടുത്ത 56ാമത്തെ ചോദ്യം. ആസ് പെർ റൂൾ 198 ഓഫ് ദ KCS റൂൾസ് 1969, ഒന്നുകൂടി. ആസ് പെർ റൂൾ 198 ഓഫ് ദ KCS റൂൾസ് 1969, ദി മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് നോട്ട് മോർ ദാൻ ഡാഷ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. എത്രയാണ്? പറയടാ, എത്രയാണ്? 56ാമത്തെ ചോദ്യം 3 ആണ് കേട്ടോ. ബി ആണ്. ഓപ്ഷൻ ബി 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം 57ാമത്തെ ചോദ്യം. ഡാഷ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ മെമ്പർ ട്രൈബ്യൂണൽ ഹു ഹാസ് ബീൻ ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് എ ഡാഷ് ഇൻ ദ സ്റ്റേറ്റ്. ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് ആണ് കേട്ടോ. ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ജഡ്ജ്. ഓപ്ഷൻ എ. എഴുതിയോ? 3. അൻസിബ എഴുതിയല്ലേ?
അടുത്ത 58ാമത്തെ ചോദ്യം. Any dispute relating to the election to the circle cooperative union shall be referred to the dash government registrar cooperative arbitration court tribunal. ഏത് വരും? ഏത് വരുവാടാ? ഓപ്ഷൻ ബി രജിസ്ട്രാർ. എല്ലാവരും എഴുതിയോ? ഓപ്ഷൻ ബി രജിസ്ട്രാർ ആണ്. ഓക്കെ. 59ാമത്തെ ചോദ്യം. An application for review under section 85 of the KCS Act 1969 shall be made within dash from the date of communication of orders by the tribunal. 30 days, 60 days, 90 days, 6 months. ഏതാ വരിക? പറയടാ. എത്ര ദിവസമാണ്? 90 ആണോ, 30 ആണോ, 60 ആണോ, അതോ 6 മാസമാണോ? 90 ദിവസമാണ് കേട്ടോ. 90 ഡേയ്സ് ആണ് കേട്ടോ. 90 ഡേയ്സ്. എഴുതിയോ? Which one of the following authorities shall have the power of a civil court? ഈ തന്നിരിക്കുന്നതിൽ ഒരു സിവിൽ കോർട്ടിന്റെ പവറുള്ള അതോറിറ്റി ഏതാണ്? ട്രൈബ്യൂണൽ ആണോ, രജിസ്ട്രാർ ആണോ, ലിക്വിഡേറ്റർ ആണോ? ഇവർക്ക് എല്ലാവർക്കും ആ പവർ ഉണ്ട് എന്നാണോ പറയുന്നത്? പറയടാ, കമന്റ് ചെയ്തേ. 60ാമത്തെ ചോദ്യം. എല്ലാവരും കമന്റ്. അതെ, ഡി, ഓൾ ഓഫ് ദീസ്. ട്രൈബ്യൂണലിന് അധികാരമുണ്ട്, രജിസ്ട്രാർക്കും ലിക്വിഡേറ്ററിനും. ഓക്കെ. 61ാമത്തെ ചോദ്യം. 61st ക്വസ്റ്റൻ ആണ്. റിക്കവറി ഓഫ് ബാഡ് ഡെബ്റ്റ്സ് ഈസ് എ ഡാഷ് റെസിപ്റ്റ്. ക്യാപിറ്റൽ, റവന്യൂ, ഡിഫേർഡ് റവന്യൂ, നൺ ഓഫ് ദി എബവ്. 61ാമത്തെ ചോദ്യം. എല്ലാവരും കമന്റ് ചെയ്തേ. റിക്കവറി ഓഫ് എ ബാഡ് ഡെബ്റ്റ് ഈസ് എ ഡാഷ് റെസിപ്റ്റ്. എന്താണ്? അതൊരു റവന്യൂ റെസിപ്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി റവന്യൂ റെസിപ്റ്റ്. കറക്റ്റ്. ആര്യ, രേഷ്മ, മീര, എം വി ജെ പേരറിയില്ല, അതുകൊണ്ടാണ് എം വി ജെ വിളിച്ചത്. ദെൻ അൻസിയ. ഓക്കെ, എല്ലാവർക്കും കറക്റ്റ് അല്ലേ? 62ാമത്തെ ചോദ്യമാണ്. ആൻ എക്സ്പയർഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഡാഷ് ആൻ അസറ്റ്, ആൻ എക്സ്പെൻസ്, ആൻ ഔട്ട്കം, ലയബിലിറ്റി. എന്താണ്? ആൻ എക്സ്പയർഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എക്സ്പയർഡ് പോർഷൻ ആണ് ആൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. Purpose of accommodation bill may be provide loans for actual purchase to facilitate a trade transaction when both the parties are in need of fund. All the above. എന്ത് വരും? When both the parties are in need of fund. Okay. Option C. Meera, Arya. Meera correct ആയി. ആര്യ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ? അടുത്ത 64ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ₹15,000. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ₹4,000. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ് ₹6,000. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിൽ ബി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് 15,000 രൂപ. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു ബട്ട് നോട്ട് ക്ലിയർ ചെയ്തു, 4,000 ആണ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ക്യാഷ്ഡ് 6,000. എങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എത്രയായിരിക്കും എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്തെഴുതി? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേടാ. എന്തെഴുതി? 13,000 ആണോ, 17,000 ആണോ, 5,000 ആണോ, 25,000 ആണോ? എന്താ ആൻസർ എഴുതിയത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ₹13,000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 65ാമത്തെ ചോദ്യമാണ്. ഇൻ ദ ബുക്സ് ഓഫ് ദ കൺസൈനർ ദ ലോസ് ഓൺ കൺസൈൻമെന്റ് ഈസ് ചാർജ് ടു ഡാഷ് അക്കൗണ്ട് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, കൺസൈനീസ് ആൻഡ് ബാങ്ക്സ്. ഏതാണ്? 65ാമത്തെ ചോദ്യം. ഇൻ ദ ബുക്സ് ഓഫ് ദി കൺസൈനർ ദ ലോസ് ഓൺ കൺസൈൻമെന്റ് ഈസ് ചാർജ് ടു ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്? ഏത് അക്കൗണ്ടിലാണ്? അതെ, ഓപ്ഷൻ ബി ആണ്. ഫസ ശരിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കേട്ടോ. 66ാമത്തെ ചോദ്യമാണ്. എ ഡിക്രീസ് ഇൻ ദ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി, ഡിക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്, ഇൻക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഏത് വരും? പറയൂ, കമന്റ് ചെയ്യൂ. സി കറക്റ്റ്. മീര ശരിയാണ്. ഇൻക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് സെയിൽസ് റവന്യൂ ആർ ₹4 lakh, cost of goods sold for 3,10,000
ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ₹60,000 ഗ്രോസ് പ്രോഫിറ്റ് വിൽ ബി. മറ്റൊരു കണക്കാണ് അല്ലേ. ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ കിട്ടിയത്? 90,000 ആണോ, 30,000 ആണോ, 3,40,000 ആണോ, 60,000 ആണോ? എന്ത് കിട്ടി? നീരജ, മീര, എല്ലാവരും പറയടാ, പെട്ടെന്ന് പെട്ടെന്ന് പറ. എത്ര കിട്ടി? 90,000 കിട്ടിയോ? ഓപ്ഷൻ എ 90,000 ഇസ് ദ ആൻസർ. കിട്ടിയോ? അറുപത്തിയെട്ടാമത്തെ ചോദ്യം. ദി മാസ്റ്റർ ബഡ്ജറ്റ് ഈസ് ദ കൺസോളിഡേറ്റഡ് സമ്മറി ഓഫ് ഡാഷ് ബഡ്ജറ്റ്സ്. ഫങ്ഷണൽ, നോൺ ഫങ്ഷണൽ, ലോങ് ടേം, ഷോർട്ട് ടേം. ഏതാണ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്? എന്തിൻ്റെ കൺസോളിഡേറ്റഡ് സമ്മറിയാണ്? പറയൂ. ഫങ്ഷണലാണോ, നോൺ ഫങ്ഷണലാണോ, ലോങ് ടേം ആണോ, ഷോർട്ട് ടേം ആണോ? എന്താണ്? അതെ, മീര ശരിയാണടാ. ഓപ്ഷൻ എ ഫങ്ഷണൽ. കറക്റ്റ്. അടുത്ത ചോദ്യം 69ാമത്തെ ചോദ്യം. For reducing labor cost per unit, which of the following factor is the most important? Low wage rate, higher input-output ratio, longer hours of work, stock control. ഏതാണ്? 69ാമത്തെ ചോദ്യം. For reducing labor cost per unit, which of the following factor is the most important എന്നാണ് ചോദ്യം. ഹയർ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ ആണ് കേട്ടോ. ഹയർ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ. ഓപ്ഷൻ ബി നീരജ ശരിയാണടാ, ശരിയാണ്. അടുത്ത ചോദ്യം. ബിൻ കാർഡ് ഈസ് എ റെക്കോർഡ് ഓഫ് ഡാഷ് ഓൺലി. ബിൻ കാർഡ് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, ഓൾ ദി അബവ്. ബിൻ കാർഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ് കേട്ടോ, ക്വാണ്ടിറ്റി ആണ്. എഴുതിയോ? ബി മീര കറക്റ്റ്, നീരജ കറക്റ്റ്, ബി നസീബ, നിഖില. ഓക്കെ, എല്ലാവർക്കും കറക്റ്റ് ശരിയടാ. 71ാമത്തെ ചോദ്യം നോക്കാം. വെൻ സെയിൽസ് ആർ ₹2 lakh, ഫിക്സഡ് കോസ്റ്റ് ₹30,000, PV റേഷ്യോ 50%, ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് വിൽ ബി ഡാഷ്. എത്രയാണ് പ്രോഫിറ്റ്? അടുത്തൊരു കണക്കാണ് അല്ലേ. കണക്കൊക്കെ ചെയ്ത് നോക്കിയോ? കിട്ടിയോ? എത്ര കിട്ടി? 70,000 കിട്ടിയോ? നസീബ, ജാസ്മിൻ കിട്ടിയോടാ? 70,000. ഓപ്ഷൻ സി 70,000 ഇസ് ദ ആൻസർ. എഴുതിയോ? കിട്ടിയോ? ഫസ ഓക്കെ, മീര കറക്റ്റ്. ഓക്കെ, അടുത്ത 72ാമത്തെ ചോദ്യം നോക്കാം. MVJ, നീരജ. ഓക്കെ, അടുത്ത ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻക്രീസസ് വെൻ ഡാഷ് കോസ്റ്റ് ഇൻക്രീസസ്. ഫിക്സഡ് ആണോ, സ്റ്റാൻഡേർഡ് ആണോ, മാർജിനൽ ആണോ, അല്ല ഇതൊന്നും അല്ലേ? ഏതാണ്? 72ാമത്തെ ചോദ്യമാണ്. ഏതാണ് ഉത്തരം? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേടാ. ഓപ്ഷൻ എ ഫിക്സഡ് കിട്ടിയോ എല്ലാവർക്കും? മീര കറക്റ്റ് ഫിക്സഡ് ആണ് കേട്ടോ. ഫിക്സഡ് ആണ് ആൻസർ. കിട്ടി. ഓക്കെ നസീബ ഗ്രേറ്റ്. ഫസ ഓക്കെ, ഓപ്ഷൻ എ കറക്റ്റ്. നിഖില ഓക്കേടാ. 73ാമത്തെ ചോദ്യം. ഇൻക്രീസ് ഇൻ ആസറ്റ്സ് ഡ്യൂ ടു പർച്ചേസസ് ഡാഷ്. സോഴ്സ് ഓഫ് ഫണ്ട്, യൂസ് ഓഫ് ഫണ്ട്, നോ ചേഞ്ച് ഇൻ ഫണ്ട്സ്, നൺ ഓഫ് ദീസ്. ഏത് വരും? യൂസ് ഓഫ് ഫണ്ട് ആണ് കേട്ടോ. യൂസ് ഓഫ് ഫണ്ട് ഓപ്ഷൻ സി. ഇൻക്രീസ് ഇൻ ആസറ്റ്സ് ഡ്യൂ ടു പർച്ചേസസ് യൂസ് ഓഫ് ഫണ്ട് ആണ്. യൂസ് ഓഫ് ഫണ്ട്. 74ാമത്തെ ചോദ്യം. ഡാഷ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് ക്രെഡിറ്റിംഗ് സീക്രട്ട് റിസർവ്. റൈറ്റിംഗ് ഓഫ് എക്സസീവ് depreciation, അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓൾ ദി അബവ്. ഏതാണ്? അതെ ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. 74th ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയോ? ഓക്കെ, 75th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നീരജ ശരിയാ. The amount of depreciation charged on furniture will be debited on dash account. Furniture, cash, depreciation, trading. ഏത് അക്കൗണ്ടിലാണടാ ഡിപ്രീസിയേഷൻ ചാർജ് on ഫർണിച്ചർ ഡെബിറ്റ് ചെയ്യുന്നത്? ഏത് അക്കൗണ്ടിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത്? 75 പറഞ്ഞേടാ. സി ഓക്കെ, ഡിപ്രീസിയേഷൻ ശരിയാടാ, കറക്റ്റ്. ഫസ ശരിയാണ്, മീര ശരിയാണ്, നിഖില എല്ലാവർക്കും കറക്റ്റ് ആയല്ലേ? ഓക്കേടാ. ഓക്കെ, എ പ്രോമിസറി നോട്ട് ഇസ് പ്രിപ്പയർഡ് ബൈ. പ്രോമിസറി നോട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പർച്ചേസർ ആണോ, സെല്ലർ ആണോ, ക്രെഡിറ്റർ ആണോ, അല്ലെങ്കിൽ ഇവർ ആരും അല്ലേ? ആരാണ് പ്രോമിസറി നോട്ട്?
പ്രോമിസറി നോട്ട് ആരാണ്? അതെ, പർച്ചേസർ ആണ് കേട്ടോ. ഓപ്ഷൻ എ മീര കറക്റ്റ് ആക്കിയല്ലേ. ജേർണൽ എൻട്രീസ് ടു ബ്രിങ് ഇൻ ടു അക്കൗണ്ട് ദി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഇസ് നോൺ ആസ് ഡാഷ് എൻട്രി. 77ാമത്തെ ചോദ്യം. ഓപ്പണിംഗ് ആണോ, ക്ലോസിംഗ് ആണോ, റെക്ടിഫിക്കേഷൻ ആണോ, അഡ്ജസ്റ്റിംഗ് ആണോ? ക്വസ്റ്റ്യൻ ഇതാണ്. ജേർണൽ എൻട്രീസ് ടു ബ്രിങ് ഇൻ ടു അക്കൗണ്ട് ദി ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഇസ് നോൺ ആസ് ഡാഷ് എൻട്രി. എന്ത് എൻട്രി എന്ന് പറയും അതിനെ? എന്ത് എൻട്രി? അതെ, അഡ്ജസ്റ്റിംഗ് എൻട്രി. ഇൻ ഡേ ബുക്ക് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ് കോളം. ഡേ ബുക്കിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഏത് കോളത്തിലാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കോളത്തിലാണ്? ക്രെഡിറ്റ് കോളത്തിലാണ്. എവിടെയാണ്? ക്രെഡിറ്റ് കോളത്തിലാണ് കേട്ടോ. ഇൻ മന്ത്ലി R&D സ്റ്റേറ്റ്മെന്റ് ദർ ആർ ഡാഷ് എമൗണ്ട് കോളംസ് ഇൻ ഈച്ച് സൈഡ്. 1, 2, 3, 4. മന്ത്ലി R&D സ്റ്റേറ്റ്മെന്റിൽ എത്ര എമൗണ്ട് ആണ് ഓരോ സൈഡിലുള്ള കോളത്തിലും റെപ്രസെന്റ് ചെയ്യുന്നത്? പറയടാ. 2 ആണ് കേട്ടോ. 2. എല്ലാവരും എഴുതിയോ? 79. ഫസ. അടുത്തത് 80ാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോയിങ്. കൺസംഷൻ ഡ്യൂറിംഗ് ദ ഇയർ 600 യൂണിറ്റ്. ഓർഡറിംഗ് കോസ്റ്റ് ₹12 per order. Carrying cost 20% inventory value. Price per unit ₹20. ഏത് വരും? ഏത് വരും? ഓപ്ഷൻ ബി 60 കറക്റ്റ്. 60. എല്ലാവരും എഴുതിയോ? മീര, രേഷ്മ, മീര, ഫസ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. 81. ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ റെഗുലേറ്ററി അതോറിറ്റി ആരാണ്? RBI ആണോ, നബാർഡ് ആണോ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണോ, സെൻട്രൽ ഗവൺമെന്റ് ആണോ? ആരാണടാ? RBI ആണ് കേട്ടോ. റെഗുലേറ്ററി അതോറിറ്റി ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 82ാമത്തെ ചോദ്യം. എ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇസ് എ കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ലിസ്റ്റഡ് ഇൻ ദ ഡാഷ് ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. പ്രൊവിഷൻസ്, സെക്കൻഡ് ഷെഡ്യൂൾ, ഫസ്റ്റ് ഷെഡ്യൂൾ, ഓൾ ഓഫ് ദി എബവ്. ഏതാണ്? സെക്കൻഡ് ഷെഡ്യൂൾ ആണ്. സെക്കൻഡ് ഷെഡ്യൂൾ ആണ്. അപ്പോൾ ഷെഡ്യൂൾ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ലിസ്റ്റഡ് ഇൻ ദി സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. എല്ലാവർക്കും കിട്ടിയല്ലേ? ഫസ, മീര, എടാ. അടുത്ത 83ാമത്തെ ചോദ്യമേ. ഡാഷ് ഇസ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക്. ലിക്വിഡിറ്റി, വയബിലിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി. ഏതാണ്? സോൾവൻസി ആണ് കേട്ടോ. Solvency, option C. Neeraja, correct. Solvency is the long-term financial soundness of a cooperative bank. Okay. அடுத்தது 84th question. Dash is a financial institution that conducts underwriting, loan services, financial advising, and the fundraising services for large corporations and high net worth individuals. ഏതാണ്? കമന്റ് ചെയ്യടാ. റീറ്റെയിൽ ബാങ്കിങ്, ബാങ്ക് അഷുറൻസ്, ക്രോസ് ബോർഡർ ബാങ്കിങ്, മെർച്ചന്റ് ബാങ്കിങ്. മെർച്ചന്റ് ബാങ്കിങ് കറക്റ്റ്. നിഖില കറക്റ്റ്. ഫസ എല്ലാവർക്കും കറക്റ്റ്. അപർണ ഓക്കേടാ. ഓക്കെ. അടുത്ത 85ാമത്തെ ചോദ്യം. ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റ് assets ratio was introduced for cooperative banks in order to increase government shareholding, strengthen the capital base, cleanse balance sheet, wipe off accumulated loss. എന്തെഴുതി? Neeraja, correct. Strengthen the capital base. Okay. Aparna, എല്ലാവർക്കും കറക്റ്റ് ആയല്ലേ? ഓക്കെ, ശരിയാണ്. 86ാമത്തെ ചോദ്യം. Dash is a 3-digit number that ranges between 300 and 900 and tells the banks how good you are at handling money. ഏതാണ്? സിബിൽ സ്കോർ ആണോ, റാങ്ക്, റിസ്ക് റേറ്റിംഗ്, റിസ്ക് അസസ്മെന്റ്, FICO സ്കോർ? ഏതാണ്? 86ാമത്തെ ചോദ്യം എഴുതിയോ? അതെ, ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ശരി കേട്ടോ. ഓപ്ഷൻ എ കറക്റ്റ്. ആർക്കൊക്കെ? നീരജ, അപർണ, രേഷ്മ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് മെർജർ ഓഫ് ബാങ്ക്സ്? മെർജർ ഓഫ് ബാങ്ക്സിന്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത്. റെഡ്യൂസ് കോസ്റ്റ്, എക്സ്പാൻഡിംഗ് മാർക്കറ്റ് റീച്ച്, റെഡ്യൂസ് ഓപ്പറേഷണൽ റിസ്ക്, എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഏതാണ്? 87ാമത്തെ ചോദ്യം. എന്തെഴുതി? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. പെട്ടെന്ന് കമന്റ് ചെയ്തോ.
റെഡ്യൂസ് ദി ഓപ്പറേഷണൽ റിസ്ക് ആണ് കേട്ടോ. റെഡ്യൂസ് ദി ഓപ്പറേഷണൽ റിസ്ക് ആണ് 87ാമത്തെ. ഓക്കെ, 57ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, റെഡ്യൂസ് ഓപ്പറേഷണൽ റിസ്ക്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ഇഷ്യൂയിങ് LTSBS ബൈ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് വിത്തൗട്ട് RBI പെർമിഷൻ? ഏതാണെടാ? ഓപ്ഷൻ എ, ബി, സി, ഡി. CRAR at least 10%, gross NPA below 7%, net NPA not exceeding 3%, shown a net profit at least 2 of the past 4 years. 88th question. എന്തെഴുതി? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേടാ, പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. shown a net profit at least 2 of the past 4 years. എഴുതിയോ? എല്ലാവരും എഴുതിയോ? എന്ത് പറ്റി? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കേടാ, കറക്റ്റ്. നീരജ കറക്റ്റാ. 89ാമത്തെ ചോദ്യമാണ്, ഡാഷ് ഇൻ ബാങ്കിങ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് ഓഫറിംഗ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അഡീഷണൽ കോംപ്ലിമെൻ്ററി ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ഓർ സർവീസസ്. റീറ്റെയിൽ ബാങ്കിങ്, ക്രോസ് സെല്ലിംഗ്, ഏജൻസി സർവീസ്, മോഡേൺ ബാങ്കിങ്. എന്ത് വരും? 89ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി, ക്രോസ് സെല്ലിംഗ്. എല്ലാവരും എഴുതിയോ? ഓപ്ഷൻ ബി, ക്രോസ് സെല്ലിംഗ് എഴുതിയോ? 90th question ആണ്, immovable property acquired by Indian banks must generally be disposed of within dash of the acquisition. 3 years, 5 years, 7 years, 9 years. ഏത് എത്രയാണ്? 7 years. 7 years. എഴുതിയോ? ഫസ, രേഷ്മ, നീരജ, നസീബ, എല്ലാവരും എഴുതിയോ? 91ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Where the holder of an instrument endorses it in a manner that doesn't incur any liability as an endorser. Such endorsement is called sans recourse endorsement, conditional endorsement, restrictive endorsement, facultative endorsement. ഏതാ വരിക? ഏത് വരും? 91ാമത്തെ ചോദ്യം. കറക്റ്റ്. സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. കറക്റ്റ്. കിട്ടിയോ നീരജ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? 92ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദി പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്ക് ഫോർ ക്രോസ്ഡ് ചെക്ക് ഈസ് കവേർഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് NI ആക്ട്. എത്രയാണ്? ആക്ട് 128 ആണ്. 128. The protection to paying bank for crossed check is covered under section 128 of NI Act ആണ്. എഴുതിയോ? 93ാമത്തെ ചോദ്യം, 93rd question ആണ്. When a bank holds a valuable security for safe custody, the relationship is dash. Creditor, debtor, trustee and beneficiary, bailor, bailee, debtor, creditor. ഏതാ വരിക? 93 പറയടാ. When a bank holds a valuable security for safe custody, ആ റിലേഷൻഷിപ്പിനെ എന്ത് പറയും? ബെയിലർ, ബെയിലി കേട്ടോ. ഓപ്ഷൻ സി, ബെയിലർ, ബെയിലി. A customer's letter of instruction to the bank for standing instruction of paying rent creates a dash relationship. അതുപോലെ മറ്റൊരു ചോദ്യം അല്ലേ? ഓക്കെ, ഇവിടെ ഡെപ്റ്റർ ക്രെഡിറ്റർ ആണോ, ക്രെഡിറ്റർ ഡെപ്റ്റർ ആണോ, പ്രിൻസിപ്പാൾ ഏജന്റ് ആണോ, ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി? ഇവിടുത്തെ റിലേഷൻ ഏതാണ്? കമൻറ്റ് ചെയ്തേ. രേഷ്മ, നീരജ, അൻസീബ, എല്ലാവരും കമൻറ്റ് ചെയ്തേടാ. പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. ആൻസർ ഏതാണ്? പ്രിൻസിപ്പൽ ഏജന്റ്. ഓക്കെ, കറക്റ്റ്. സി. എല്ലാവർക്കും കറക്റ്റ് ആയോ? ശരിയടാ. ഓൾ ദ ബെസ്റ്റ്. 95ാമത്തെ 95th ക്വസ്റ്റ്യൻ ആണ്. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇനാക്ട് ചെയ്ത വർഷം 1986, 84, 89, 88. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇനാക്ട് ചെയ്ത വർഷം ഏതാണ്? പ്രിൻസിപ്പൽ. കറക്റ്റ്. പറയടാ. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് ഇനാക്റ്റഡ്. വർഷം പറ. 1986 കിട്ടിയോ? എഴുതിയോ? 1986 ആണ് കേട്ടോ. എഴുതിയോ? കറക്റ്റ്. ഫസ, അപർണ, ഓക്കേടാ. രേഷ്മ, എല്ലാവർക്കും ശരിയായി. കറക്റ്റ്. അൻസീബ കറക്റ്റടാ. What is the frequency of KYC updates of high risk customers? 96th question ആണ്. What is the frequency of KYC അല്ലേ? അപ്ഡേറ്റ്സ് ഓഫ് ഹൈ റിസ്ക് കസ്റ്റമേഴ്സ്. KYC, know your customers അല്ലേ? എന്താണിത്? 10 years ആണോ, 6 years ആണോ, 4 years ആണോ, 2 years ആണോ? ഏതാണ്?
2 years ആണ്. 2 years ആണ്. ഓക്കെ. KYC regulations have been introduced in financial transactions under dash regulation. Reserve Bank of India Act, Banking Companies Act, Prevention of Money Laundering Act, Companies Act. ഏത് വരും? Prevention of Money Laundering Act. ഏത് വരും? Prevention of Money Laundering Act. ഏതി? 98ാമത്തെ ചോദ്യം. കറക്റ്റ്. എഴുതിയാടാ? ഫസ കറക്റ്റ് ആയിരുന്നു. അപ്പന്ന കറക്റ്റ് ആയിരുന്നു. ശരി. 98ാമത്തെ ചോദ്യം. 98th question. Unified Payments Interface, that is UPI, is a system for check clearing, real-time mobile-based payments, large corporate payments, cross-border payments. ഏതാണെടാ? Prevention of Unified Payments Interface. ഏത് വരും ഇതിൽ? ഓപ്ഷൻ ബി. അപർണ, ഫസ, നീരജ കറക്റ്റ് ആക്കി കേട്ടോ. റിയൽ ടൈം മൊബൈൽ ബേസ്ഡ് പേയ്മെൻറ്റ്സ് ആണ്. റിയൽ ടൈം മൊബൈൽ ബേസ്ഡ് പേയ്മെൻറ്റ്സ്. ഓക്കെ. 99ാമത്തെ ചോദ്യം. 99th question ആണ്. വാട്ട് ആർ ദ 3 മെയിൻ ടൈപ്സ് ഓഫ് NRI അക്കൗണ്ട്സ്? ഏതൊക്കെയാണ്? NRO കറണ്ട് സേവിങ്സ്, NRI FD/RD, FCNR സേവിങ്സ് കറണ്ട്, NRO NRI FCNR. ഏതാണ്? NRO NRI FCNR. ഓക്കെ. An advance where a bank allows a customer to withdraw more than their account balance up to a limit is. ഏതാണ്? An advance where a bank allows a customer to withdraw more than their account balance up to a limit എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഏതാണ്? ഓവർ ഡ്രാഫ്റ്റ് ആണ്. നീരജ എഴുതി, ഫസ എഴുതി, അപർണ, ഓക്കെ, ദിവ്യ, കൃഷ്ണൻ. ഇപ്പം ഓവറോൾ നിങ്ങൾക്ക് എക്സാം നല്ല എളുപ്പമായിരുന്നോ? എളുപ്പമായിരുന്നോടാ? ശരി. അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങളും ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം എഴുതി, എല്ലാവർക്കും നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.